നമസ്കാരം. ക്ഷേത്രങ്ങളിൽ ദൈവപ്രതിഷ്ഠയ്ക്ക് നേരെ പൂക്കൾ അർച്ചിക്കുന്നത് പതിവാണ്. ചിലപ്പോൾ പാലഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ദൈവത്തിന് നേരെ ചെരിപ്പെറിയുന്ന ഏർപ്പാട് അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തതാണ്. കുറെ പേർ പൂവെറിയുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ചെരിപ്പെറിയാൻ തോന്നിയാൽ എന്തു ചെയ്യും? പരമാത്മാവ് കോട്ടൊക്കെ തയ്പ്പിച്ചു കൊടുത്ത് പ്രധാനമന്ത്രിയാക്കിയെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദിക്കാണ് സ്വന്തം മണ്ഡലമായ വാരണസിയിൽ നിന്നും ഇത്തരമൊരു തിക്താനുഭവം ഉണ്ടായത്. ഏറ് നടന്ന സ്ഥിതിക്ക് അതും പൊതുനിരത്തിൽ വെച്ചാവുമ്പോൾ അത് വലിയ നാണക്കേട് തന്നെയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മണ്ഡലമായ വാരാണസിയിൽ നടത്തിയ ആദ്യ സന്ദർശനത്തിനിടെയാണ് ഞെട്ടിക്കുന്ന ഈ സുരക്ഷാ വീഴ്ചയുണ്ടായത്. പ്രധാനമന്ത്രിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറിന് നേരെ ചെരുപ്പ് എറിയുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എത്തിവലിഞ്ഞ് കാറിന്മേൽ പതിച്ച ചെരുപ്പെടുത്ത് ദൂരെ കളയുന്നതുമായ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. വാരാണസി നഗരത്തിലൂടെ മോദിയെ കൊണ്ടുപോകുന്നതിനിടെയാണ് വാഹനത്തിന് നേരെ ചെരുപ്പ് പാറി വന്ന് പതിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മോദിയുടെ മണ്ഡലത്തിലെ ആദ്യ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ചെരിപ്പേറ് നടന്നതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗം പകർത്തിയ വീഡിയോ ക്ലിപ്പ് ലഭ്യമാണ്. കുത്തനെ കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ വാരണസിയിൽ 3ാം തവണയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനത്തിലായിരുന്നു മോദി. എന്തുതന്നെയായാലും ഇതൊരു വൻ സുരക്ഷാ വീഴ്ചയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ദശാശ്വമേധ ഘട്ടിൽ നിന്ന് KV മന്ദിറിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് വാരണസി നിവാസികൾ പറയുന്നുണ്ട്. 1.41 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ 19 സെക്കൻഡുകൾക്കുള്ളിൽ മോദി മോദി എന്ന വിളികൾക്കിടയിൽ ചപ്പൽ ഫെങ്കെ മാറോ എന്ന് ഒരു കാഴ്ചക്കാരൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സഞ്ചരിച്ചിരുന്നതായി കരുതുന്ന വാഹനത്തിന്റെ ബോണറ്റിൽ അജ്ഞാത വസ്തു പതിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഏകദേശം 5-6 സെക്കൻഡുകൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലെ ഒരു അംഗം കൈനീട്ടി വസ്തു വീണ്ടെടുത്ത് വലിച്ചെറിയുന്നത് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സിറ്റിംഗ് സീറ്റായ വാരണസിയിൽ 1.5 ലക്ഷം വോട്ടെന്ന ചെറിയ മാർജിനിലാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ മാർജിൻ ഏതാണ്ട് 3-1 കുറഞ്ഞു. 2019 4,79,505 വോട്ടിന് മോദി വിജയിച്ചപ്പോൾ 2014 3,71,784 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ചെരിപ്പേറ് കൂടി നേരിടേണ്ടി വന്നതോടെ വല്ലാത്തൊരു നാണക്കേടാണ് സ്വന്തം മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്കുണ്ടായത്. ചൈന ഇന്ത്യൻ അതിർത്തി ഭേദിച്ചിട്ടില്ലെന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മുമ്പ് പറഞ്ഞതുപോലെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വാർത്തകൾ മുക്കി ഒരു ശ്രമം നടത്താമെന്ന് മാത്രം.